എല്ലാവർക്കും വന്ദനം. കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ ദിവസം ഒരു അത്ഭുത ദിവസമാക്കി മാറ്റാൻ കഴിയുന്ന കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ മാസം അവസാനിക്കുകയാണല്ലോ. ഈ മാസം കർത്താവ് വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ ഒന്നും കർത്താവ് മാറ്റുകയില്ല. അവസാന നിമിഷങ്ങളിൽ പോലും കർത്താവ് പ്രവർത്തിക്കുന്ന കർത്താവാണ്. കർത്താവിനൊന്നും അസാധ്യമല്ല. കർത്താവ് പറഞ്ഞ വാക്കുകൾ, ഈ മാസം നടക്കേണ്ട കാര്യങ്ങൾ, ആ വാക്ക് കർത്താവ് പാലിച്ചിരിക്കും. ഇന്നത്തെ ഈ ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് കേൾക്കുന്ന പലരുടെയും വീടുകളിൽ അത്ഭുതങ്ങൾ നടക്കും. അതെങ്ങനെ അറിയാമെന്ന് ചിലപ്പോൾ ആൾക്കാരെ എന്നോട് തിരിച്ചു ചോദിക്കാം. അതൊരു സത്യമാണ്. ആരത് വിശ്വസിച്ച് അതിന് ആമേൻ പറയുമോ ആ വ്യക്തിയിൽ അത് നടക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ എന്തു പറയുന്നുവോ, നമ്മൾ ഡെയിലി കൺഫസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ, അതങ്ങനെ നടക്കും. ഉദാഹരണത്തിന് ഇന്ന് പറയുകയാണ്, ഇന്ന് ഈ മാസം തീരുന്നതിന് മുമ്പുള്ള മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എനിക്ക് വേണ്ടിയുള്ള ഫോൺ കോളുകൾ വന്നിരിക്കും. എനിക്ക് അനുകൂലമായ ഫോൺ കോളുകൾ വന്നിരിക്കും. എൻ്റെ വിസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കും. അത്ഭുത വാർത്തകൾ ഞാൻ ഈ മണിക്കൂറുകൾക്കുള്ളിൽ കേൾക്കും. ഇന്ന് തീരുന്നതിനുള്ളിൽ ഞാൻ അത്ഭുതം കേൾക്കും. ജൂലൈ മാസത്തിനുള്ളിൽ ഞാൻ അത്ഭുതം കണ്ടിരിക്കും. ഇങ്ങനെയുള്ള വാക്കുകളും വചനം പറയുന്നതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള വാക്കുകളും നമ്മൾ ചേർത്ത് പറയണം. അതും ദൈവം നമുക്ക് തരുന്ന റീമ വാക്കുകളാണ്. പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്ന വാക്കുകളാണ്. പറയണം, ഈ ജൂലൈ മാസത്തോടുകൂടി എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തീരുകയാണ്. ഈ മാസം തീരുന്നത് പോലെ തന്നെ എൻ്റെ പ്രശ്നം തീരുകയാണ്. ഓഗസ്റ്റ് മാസം ആരോഗ്യത്തിൻ്റെ മാസമാണ്, സമൃദ്ധിയുടെ മാസമാണ്, സന്തോഷത്തിൻ്റെ മാസമാണ്, ഉയർച്ചയുടെ മാസമാണ്. നിങ്ങളത് പറയാമോ? യേശു പറഞ്ഞു, പ്രാർത്ഥിച്ച ശേഷം ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ പറയണം. പ്രാർത്ഥന 1 മണിക്കൂറാണെങ്കിൽ പറച്ചിൽ ബാക്കി സമയം മുഴുവനും ഞാൻ എന്നോട് പറയണം, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് പറയണം, മക്കളോട് പറയണം, ഞാൻ കാണുന്നവരോട് പറയണം, ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയണം. ഇത് പറയും തോറും കേൾക്കുന്നവരെക്കാൾ പറയുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് വചനം പറയുന്നത്? വചനം പറയുന്നവർ അനുഗ്രഹിക്കപ്പെടും. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. പൗലോസ് അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കടക്കാരനാണെന്ന്. ഇത് അറിയിക്കും തോറും ഞാൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും കൂടി ഇങ്ങനെ ചെയ്യാനൊരാഗ്രഹം വരുന്നില്ലേ? നിങ്ങൾ ആരംഭിക്കണം, ചെറുതായിട്ട് ആരംഭിക്കണം. നിങ്ങൾക്കും ദൈവവചനം പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനു വേണ്ട കൈത്താങ്ങൽ ചെറിയ തോതിലെങ്കിലും തരാം. എങ്ങനെ ഒരു 5 മിനിറ്റ് പറയാം, എങ്ങനെ ഒരു 10 മിനിറ്റ് പറയാം. ഇത് എങ്ങനെയാണ് നീണ്ട 35 വർഷത്തെ പരിചയ സമ്പത്തിൽ നിന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുന്നതെല്ലാം പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചു തരാം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിപ്പിക്കും തോറും ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഏത് നാട്ടിൽ പോയാലും ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നതിനേക്കാൾ പ്രസംഗിക്കുവാൻ പ്രാപ്തിയുള്ള കുറച്ച് പേരെ വാർത്തെടുക്കുക എന്നുള്ളത് അത് എൻ്റെ വിളിക്കകത്തുള്ളതാണ്. അതായത് ഒരാൾ പറഞ്ഞാൽ പോരാ, എല്ലാവരും സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ഗുണം അറിയിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ, ഈ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ നാട് നശിക്കും. സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ നമ്മളാ നശിക്കുന്നത് ആദ്യം. ഇത് അറിയിക്കും തോറും നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ജനങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും സുവിശേഷം അറിയിക്കുക, തുടങ്ങുക. ഇന്ന് മുതൽ തുടങ്ങുക. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ നിങ്ങൾ ശക്തരായ സുവിശേഷകരായി മാറണം. അതിന് ഇന്നേ ഒരു തീരുമാനമെടുക്കുക. ഒരു വലിയ ആഗ്രഹത്തോടെ. പൗലോസ് പറയുകയാണ്, എൻ്റെ ഹൃദയവാഞ്ചയും പ്രാർത്ഥനയുമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്.
നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്നുകൂടി വരാം. റോമലേഖനം 10-ാം അധ്യായത്തിൽ 1-ാം വാക്യം, സഹോദരന്മാരെ, എൻ്റെ പാരമ്പര്യക്കാർ, എൻ്റെ കുടുംബക്കാർ, അതാണ് അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകും. പൗലോസ് കാലിലെ പൊടി തട്ടി യഹൂദന്മാരുടെ പല നാടുകളിൽ നിന്നും പോന്നെങ്കിലും പൗലോസ് പ്രാർത്ഥന നിർത്തിയില്ല. നമ്മുടെ വിചാരം, ചിലരെ നമ്മൾ തട്ടി ഇനി നന്നാകാൻ പോകുന്നില്ല, ശപിച്ചു, ഗതി പിടിക്കില്ലടാ, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇല്ല, പൗലോസ് ഇടപെടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് പൗലോസിൻ്റെ ഹൃദയ വാഞ്ചയാണ്. അതുകൊണ്ടാണ് യെരുശലേമിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടും അഗബോസ് എന്ന പ്രവാചകൻ ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിച്ച് യെരുശലേമിൽ ഏൽപ്പിക്കുമെന്നൊക്കെ ഭയങ്കര പ്രവചനം നടത്തിയിട്ടും പൗലോസിനെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം പൗലോസിനെ യെരുശലേമിൽ ചെന്ന് ദൈവവചനം പറയണം. ഹൃദയവാഞ്ചയാണ്, അവർ രക്ഷിക്കപ്പെടണം. യെരുശലേമിൽ ചെന്നാൽ പിടിക്കും, ഉപദ്രവിക്കും, ഒരുപക്ഷെ കൊല്ലാൻ നോക്കി, ചത്തില്ല. പലവട്ടം കൊല്ലാൻ നോക്കി, അവിടെ ഒന്നും മരിച്ചില്ല. എന്നിട്ടും ചെല്ലാൻ കാരണം ഹൃദയവാഞ്ചയും പ്രാർത്ഥനയും. ഹൃദയവാഞ്ചയും പ്രാർത്ഥനയും രണ്ടും ഒരുപോലെ പോയാൽ ആ പ്രാർത്ഥനയുടെ ഹൃദയവാഞ്ചയുടെ റിസൾട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തെ ശക്തമായി ചെയ്യാൻ പ്രാപ്തിയുള്ളതാക്കി മാറ്റും. വെറും പ്രാർത്ഥനയല്ല, ഹൃദയവാഞ്ചയും പ്രാർത്ഥനയും. ഇതാണ് നമ്മൾ വായിച്ച വാക്യം. പൗലോസിന് ഹൃദയവാഞ്ചയുണ്ടായിരുന്നു. ഹൃദയത്തിൽ നിന്ന് തന്നെ ഒരു ആഗ്രഹം. പലർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും. അത് ഹൃദയത്തിൽ നിന്നാകണമെന്നില്ല. ഒരാഗ്രഹം, ഫുട്ബോൾ കളി കാണുമ്പോൾ മെസ്സിയെ കാണുമ്പോൾ മെസ്സിയെ പോലെ ആകണം. കുറച്ചാൾ മെസ്സിയുടെ 10-ാം നമ്പർ ജേഴ്സി ഇട്ടിട്ട് നടക്കും. പിന്നെ റൊണാൾഡോയെ കാണുമ്പോൾ അതൊരാഗ്രഹം, ആ ജേഴ്സി ഇട്ടുകൊണ്ട് നടക്കും. 7-ാം നമ്പർ റൊണാൾഡോ എന്ന ബെനീൻ ഇട്ടുകൊണ്ട് നടക്കും. നിങ്ങൾ നോക്കിയേ, അർജന്റീനയുടെ 8-ാം നമ്പറിനും അതുപോലെ പോർച്ചുഗലിൻ്റെ 6-ാം നമ്പറിനൊന്നും വലിയ, ആ ബെനീനൊന്നും വലിയ ഡിമാൻഡില്ല. ഈ ബെനീനുകളാണ് ലോകത്തിലെ ഏറ്റവും കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റഴിയപ്പെടുന്നത്. അത് 100 രൂപ തൊട്ട് അതിൻ്റെ മുകളിലോട്ട് കണക്കില്ലാത്ത റേറ്റിൽ വരുന്നുണ്ട്. 2 പേരാണ് അതിനു വേണ്ടി ഇത്രയും വലിയ കാര്യം ഉണ്ടാക്കിയത്. അപ്പോൾ അവരെ കാണുമ്പോൾ ഒരു ആഗ്രഹം വരും. അത് ഹൃദയവാഞ്ചയൊന്നുമല്ല. ഈ ഹൃദയവാഞ്ച റൊണാൾഡോയെയും മെസ്സിയൊക്കെ കണ്ടിട്ട് ഹൃദയവാഞ്ചയുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ അവരുടെ ടീമിൽ കളിക്കുന്നുണ്ട്. അവർ ചില ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൊച്ചു പ്രായം മുതൽ മെസ്സിയെ കണ്ടാണ് വളർന്നത്, ഞങ്ങളുടെ കൊച്ചു പ്രായം മുതൽ റൊണാൾഡോയെ കണ്ടാണ് വളർന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതുപോലെ ആകണമെന്ന് ആഗ്രഹമുണ്ടായി. വെറും ആഗ്രഹമല്ല, അത് ഹൃദയവാഞ്ചയാണ്. വെറും ആഗ്രഹം സാധിക്കില്ല. ആഗ്രഹം എന്നുള്ളത് ഒത്തിരി പേർക്കുണ്ടാകും. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാകും. ചന്ദ്രനിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ ഒത്തിരി പേരുണ്ട്. ആരെങ്കിലും അതിനുവേണ്ടി മെനക്കെടുന്നുണ്ടോ? ഇല്ല. ഡോക്ടർ ആകണമെന്ന് എല്ലാവർക്കും ഉള്ള ആഗ്രഹമായിരുന്നു. പൈലറ്റ് ആകുന്നത് ഭയങ്കര ആഗ്രഹമാണ്. എഞ്ചിനീയർ ആകുന്നത് എല്ലാവർക്കും ആഗ്രഹമാണ്. എന്നാൽ ചിലർക്ക് അത് ഹൃദയവാഞ്ചയായിട്ട് മാറും. ഹൃദയവാഞ്ചയാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യും, അതിനുവേണ്ടി സ്ഥിരമായി പ്രാർത്ഥിക്കും, അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും, അത് തന്നെ സ്വപ്നം കാണും, ഒടുവിൽ അതിലെത്തിച്ചേരും. അതിനുവേണ്ടി വില മുടക്കും, അതിനുവേണ്ടി തന്നെത്താൻ ഡിസിപ്ലിൻ ചെയ്യും. ഹൃദയവാഞ്ചയും പ്രാർത്ഥനയും ഒരുമിച്ച് പോയാൽ നിങ്ങൾ എന്തുദ്ദേശിച്ചാലും അതിൽ നിന്ന് മാറാൻ പറ്റില്ല. പൗലോസിനെ ഇപ്പോൾ യെരുശലേമിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാൻ കഴിയുന്നില്ല. കാരണം അവൻ്റെ ഹൃദയവും അവൻ്റെ പ്രാർത്ഥനയും ഒന്നായി മാറി. ഹൃദയത്തിലുള്ളതും പ്രാർത്ഥനയും ഒന്നായി മാറിയാൽ അതൊരു മറുപടി കൊണ്ടുവരും, മാറ്റാൻ കഴിയാത്ത ഒരു തീരുമാനത്തിലെത്തിക്കും. നമ്മുടെ തീരുമാനങ്ങൾ മാറിപ്പോകാൻ കാരണം ഹൃദയവാഞ്ചയും പ്രാർത്ഥനയും. ഒരു
ട്രെയിനിൻ്റെ 2 പാളം പോലെ ഒരുമിച്ച് പോകുന്നില്ല. ഇന്ന് ഇത് കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഇതൊരു വലിയ മാറ്റത്തിന് കാരണമാകട്ടെ. തിളച്ചു മറിയുന്ന ആഗ്രഹമെന്നാണ് യോങ്കിച്ചോ, ഡോക്ടർ ഡേവിഡ് യോങ്കിച്ചോ അതിനെക്കുറിച്ച് പറയുന്നത്. തിളച്ചു മറിയുന്ന ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടോ? വെറും ഒരാഗ്രഹമല്ല. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമാണ് നമ്മിൽ ആഗ്രഹങ്ങൾ തരുന്നതെന്ന് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നു. തിളച്ചു മറിയുന്ന ഒരാഗ്രഹമുണ്ടോ? നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പ്രയോറിറ്റി പോലെ ഇരിക്കും നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ആഗ്രഹമില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവിടെ ഒരാഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാൽ പൗലോസിൻ്റെ പ്രാർത്ഥന അങ്ങനെയല്ല. അത് കണ്ണുനീരോടെയാണ്. ഓരോ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് രാപ്പകൽ കണ്ണുനീര് വാർത്തെന്നാണ്, പ്രസവ വേദനപ്പെട്ടെന്നാണ്. ഹൃദയവാഞ്ചയും പ്രാർത്ഥനയും കൂടി വരുമ്പോൾ പ്രസവവേദനയുടെ പ്രാർത്ഥനയായിട്ടത് മാറും, ഹൃദയവാഞ്ച. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വലിയ ഹൃദയവാഞ്ചകളാണ് നടപ്പിലാകുന്നത്. ഇടക്കിടക്ക് വരുന്ന ചിലതൊക്കെ കാണുമ്പോൾ ഒരു സീസണിൽ വരുന്ന ആഗ്രഹങ്ങൾ അത് നടക്കില്ല. ചില ആഗ്രഹങ്ങൾ ഹൃദയവാഞ്ചയായെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നമ്മുടെ വിളിയുടെ ഭാഗമാണ്. പരിശുദ്ധാത്മാവ് ആ ആഗ്രഹത്തെ വീണ്ടും വീണ്ടും പ്രബലപ്പെടുത്തും, വലിയ ആഗ്രഹങ്ങളാക്കി മാറ്റും. എന്നെ സംബന്ധിച്ച് സുവിശേഷ വേല ഭയങ്കര ആഗ്രഹമാക്കി കർത്താവ് മാറ്റി. പ്രസംഗിക്കാൻ അറിയില്ല, ഒരു വാക്ക് പറയാൻ അറിയില്ല, പാട്ടുപാടാൻ അറിയില്ല, ദൈവവചനം ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടില്ല. എന്നാൽ ഇതൊന്നുമില്ലെങ്കിലും ഭയങ്കര ആഗ്രഹമാണ്. ഇതെല്ലാവരോടും പറയണം. അതിന് റോൾ മോഡലായി കണ്ടത് എൻ്റെ പാസ്റ്ററെയാണ്. അത് കണ്ടപ്പോൾ വലിയൊരു ആഗ്രഹം ഉണ്ടായി. ആഗ്രഹം ഇന്നുവരെ മാറിയിട്ടില്ല. ചില ആഗ്രഹങ്ങൾ ജീവിതകാലം മുഴുവനും നമ്മെ മുന്നോട്ട് നയിക്കും. മാറിപ്പോകാത്ത, തിളച്ചു മറിയുന്ന, ഹൃദയത്തിൽ നിന്ന് ഒട്ടും മാറ്റാൻ കഴിയാത്ത വലിയ ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഓഗസ്റ്റ് മാസം നിങ്ങളുടെ വിജയമായിരിക്കും. സെപ്റ്റംബർ മാസം നിങ്ങളെ കാത്തിരിക്കുകയാണ് പല മറുപടികൾക്കായി. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന തിളച്ചു മറിയുന്ന ആഗ്രഹത്തിൽ നിന്നാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കണ്ണുനീരുണ്ടാകും. അതിനകത്ത് നിങ്ങൾ ഉപവസിക്കുമെന്നല്ല, ഭക്ഷണം കഴിക്കാൻ മറന്നുപോകും. അതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയും. മാത്രമല്ല, ചില രാത്രികൾ ഉറങ്ങാതെ ചിലപ്പോൾ പ്രാർത്ഥിച്ചു നിന്നിരിക്കും. അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. വലിയൊരു ആഗ്രഹത്തിൽ നിന്ന് ഉളവാകുന്ന പ്രാർത്ഥനയില്ലേ, അതാണ് ആത്മഭാരത്തിൻ്റെ പ്രാർത്ഥന. നെഹമ്യാവിന് അതുണ്ടായിരുന്നു, ഏലിയാവിന് അതുണ്ടായിരുന്നു, ഏലീശയ്ക്ക് അതുണ്ടായിരുന്നു, യോശുവയ്ക്ക് അതുണ്ടായിരുന്നു, ദാവീദിന് അതുണ്ടായിരുന്നു. അപ്പോസ്തലന്മാരെ അതിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. കർത്താവിന് അതുണ്ടായിരുന്നു. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടുകൂടി ആ വലിയ ലക്ഷ്യത്തിന് വേണ്ടി കർത്താവ് അവസാനം വരെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഹൃദയവാഞ്ചയും പ്രാർത്ഥനയും. റോമാലേഖനം 10:1 ഇത് രണ്ടുമാണ് പൗലോസിനെ യെരുശലേമിലേക്ക് വീണ്ടും പ്രതികൂലത്തിൻ്റെ നടുവിലേക്ക് കൊണ്ടുവന്ന്. അവനെ മാറ്റാൻ ആർക്കും കഴിയില്ല. ഇതുപോലെ നിങ്ങൾക്ക് വലിയ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ തിളച്ചു മറിയുന്നൊരാഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിളിയാണ്. നിങ്ങളതായി തീരാനുള്ളതാണ്. നിങ്ങളെ അതിൽ നിന്ന് ആർക്കും മാറ്റാൻ കഴിയില്ല. കർത്താവിൽ ബലപ്പെടുക, കർത്താവിൽ ശക്തിപ്പെടാം. ഓഗസ്റ്റ് മാസത്തിന് വേണ്ടി വലിയ പ്രതീക്ഷകൾ വയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവിൻ്റെ കൈകളിൽ ഈ മാസത്തിൽ ദൈവവചനം കേട്ട എല്ലാവരെയും ഫലമേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നതിനുള്ളിൽ ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചില മറുപടികൾ ഈ മക്കൾ കാണട്ടെ. ജൂലൈക്കകത്ത് കാണേണ്ട മറുപടികൾ മുഴുവൻ അവർ പ്രാപിക്കട്ടെ.
ഓഗസ്റ്റ് മാസത്തിന് വേണ്ടി ശരിയായ തീരുമാനങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ, അതിനുവേണ്ടി പരിശ്രമിപ്പാൻ സ്വർഗം ഓരോ വ്യക്തികൾക്കും കൃപ കൊടുക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ ബലപ്പെടാം. കാനഡ മീറ്റിങ്ങിൻ്റെ ഓരോ ദിവസങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, അത്ഭുത ഭവനമിത് എന്നെ തരുന്നു, തിരുനാമത്തിന് വരുന്നു, തിരുപാദത്തിൽ ഞാൻ, അത്ഭുത ഭവനമിത്. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, അത്ഭുത ഭവനമിത് എന്നെ തരുന്നു, തിരുനാമത്തിന് വരുന്നു, തിരുപാദത്തിൽ ഞാൻ, അത്ഭുത ഭവനമിത്. ഇതാരാധനയും ഭാവനം സ്തുതിയുയരുന്നു, തിരുനാമം ഉയർത്തിയിടുമ്പോൾ ഭൂതങ്ങൾ വിറയ്ക്കുന്നു, സൗഖ്യങ്ങൾ നടക്കും ഭാവനം, വിശ്വാസമുയരുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ തിരുമുഖം തേടുന്നു. എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, അത്ഭുത ഭവനമിത് എന്നെ തരുന്നു, തിരുനാമത്തിനായി വരുന്നു, തിരുപാദത്തിൽ ഞാൻ, അത്ഭുത ഭവനമിത്. എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, അത്ഭുത ഭവനമിത് എന്നെ തരുന്നു, തിരുനാമത്തിനായി വരുന്നു, തിരുപാദത്തിൽ ഞാൻ, അത്ഭുത ഭവനമിത്. ഉയർപ്പിൻ, ഉയർപ്പിൻ ശക്തി എന്നിൽ, യേശുവിൻ രക്തത്തിനാൽ കല്ലറകളെ തകർത്തു, ക്രിസ്തുവിൻ രാജ്യം വാഴുന്നു. ഉയർപ്പിൻ, ഉയർപ്പിൻ ശക്തി എന്നിൽ, യേശുവിൻ രക്തത്തിനാൽ കല്ലറകളെ തകർത്തു, ക്രിസ്തുവിൻ രാജ്യം വാഴുന്നു. ചേർന്ന് പാടിയട്ടെ. എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, അത്ഭുത ഭവനമിത് എന്നെ തരുന്നു, തിരുനാമത്തിനായി വരുന്നു, തിരുപാദത്തിൽ ഞാൻ, അത്ഭുത ഭവനമിത്
യേശു പ്രവർത്തിക്കുന്നു, വിശ്വസിച്ചിടുന്നു ഞാൻ. ഇന്നും പ്രവർത്തിക്കുന്നു എന്റെ നന്മയ്ക്കാ. യേശുവെ മാത്രം നോക്കി ദർശനം പ്രാപിച്ചിടും. ഇന്നും പ്രവർത്തിക്കുന്നു എന്റെ നന്മയ്ക്കാ. യേശു പ്രവർത്തിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു, വിശ്വസിച്ചിടുന്നു ഞാൻ. ഇന്നും പ്രവർത്തിക്കുന്നു എന്റെ നന്മയ്ക്കായി. യേശുവെ മാത്രം നോക്കി ദർശനം പ്രാപിച്ചിടും. ഇന്നും പ്രവർത്തിക്കുന്നു എന്റെ നന്മയ്ക്കായി. എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, എഴുന്നേൽക്കുക. അത്ഭുത ഭവനം, അത്ഭുത ഭവനമിത്. എന്നെ തരുന്നു തിരുനാമത്തിന്, വരുന്നു തിരുപാദത്തിൽ ഞാൻ. അത്ഭുത ഭവനം, ഓ ശതനമസേ. എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ.